ലാ തഖൂമു സ്സാഅതു ഹത്താ യഖ്തുല الرجل أخاه لا يدري فيما قتله نبينا وحبيبنا رسول الله. സഹബ ഖിയാമത്ത് നാളിന്റെ അടയാളം പറയാണ് ഞാൻ. ഈ അടയാളങ്ങൾ കണ്ടാൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ലോകത്തിന് അവസാനമായി പോയി. നബി തങ്ങൾ പറയുന്നു, ഹത്താ യഖ്തുല റജുലു അഖാ, ആളുകൾ പരസ്പരം കൊന്നു കൊല വിളിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു സഹബാ. ജാതിയുടെ പേരിലോ, മതത്തിന്റെ പേരിലോ, പാർട്ടിയുടെ പേരിലോ, പാർട്ടിയുടെ ചിഹ്നത്തിന്റെയും കൊടിയുടെയും നിറത്തിന്റെയും പേരിലോ, എന്തിന്റെ എല്ലാം പേരിലോ, വർഗീയതയുടെ പേരിലോ പാവപ്പെട്ട നിരപരാധികളെ കൊന്നു കൊല വിളിക്കുന്ന ഫാസിസ്റ്റുകളുടെ അത്തരത്തിലെ കടന്നുകയറ്റങ്ങൾ കൊണ്ടും മറ്റോ രാജ്യത്തെ ജനങ്ങള് അതാ പരസ്പരം കൊല്ലുകയാണ്, കൊന്നു കൊല വിളിക്കുകയാണ്. അല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങള്. നബി തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, വേറൊരാളെ ഒരുത്തൻ കൊന്നാൽ കൊന്നവൻ അറിയൂല ഞാൻ എന്തിനാ അവനെ കൊന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. സംഭവിച്ചിട്ടുണ്ടോ? കൊന്നവൻ അറിയില്ല, അവൻ കൊട്ടേഷൻ വാങ്ങിച്ചാണ്. അവൻ കൊട്ടേഷൻ വാങ്ങിച്ചിട്ടാ കൊല്ലാൻ പോയത്. അവനും പണം മതി. എന്തിനാ കൊന്നതെന്ന് അവൻ അറിയില്ല. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിക്ക് അത് പറയാൻ പറ്റുള്ളൂ. നബി തങ്ങൾ പറയുകയാണ്, ലാ യദ്രി ഫീമ ഖതല, കൊല ചെയ്യപ്പെട്ട ആ നിർഭാഗ്യവാനായ വ്യക്തി അവനും അറിയില്ല എന്നെ എന്തിനാ കൊന്നത് എന്ന്. കൊന്നവനും അറിയില്ല, കൊല്ലപ്പെട്ടവർക്കും അറിയാത്തൊരു ലോകോ. ആ രീതിയിൽ ഈ രാജ്യത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന, അതുപോലെ കുടുംബ കലഹങ്ങളുടെ പേരില് മറ്റു പലതിന്റെയും പേരിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലം കണ്ടാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സംഭവിച്ചില്ലേ സഹോദരങ്ങളെ? സ്വന്തം സഹോദരനാൽ, സ്വന്തം മകനാൽ, സ്വന്തം കുടുംബത്തിൽ പിറന്നവനാൽ ഉറ്റവരെ, ഉടയവരെ അരുംകൊല ചെയ്യപ്പെടുന്ന ഒരു കാലം. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളമെന്നല്ല മലയാളികൾ വിട്ടുമാറിയിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ ഹദീസ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എത്ര യാഥാർത്ഥ്യമാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അഫാൻ എന്ന് പേരുള്ള ക്രൂരനായ ഒരു കൊലപാതകി മണിക്കൂറുകൾ കൊണ്ട് 6ഓളം മനുഷ്യ ജീവനുകളെ കൊന്നൊടുക്കിയെങ്കിൽ അതും ആരൊക്കെയാണ്? സ്വന്തം പെറ്റുമ്മയെ, താൻ 9 മാസം ചെല്ലുവാനം കിടന്ന ആ വയറിന്റെ ഉടമയായ സ്വന്തം പെറ്റുമ്മയെ മൃഗീയമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവരൊന്ന് ഹോസ്പിറ്റലിലാണ്. സ്വന്തം പിതാവിന്റെ ഉമ്മ, വാപ്പുമ്മ, വല്യമ്മയെ, ആ വന്നി വയോധികയെ കൊന്നുകളഞ്ഞു. തന്റെ പിതാവിന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അതിലൊക്കെ ഉപരി ഏറ്റവും സങ്കടകരം, സ്വന്തം ചോരയായ സഹോദരൻ അവസാനം 13 വയസ്സുള്ള കൊച്ചു മോനെ കൊലച്ചോറ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവസാനം 13കാരൻ എന്ന സ്വന്തം സഹോദരനെ അരുംകൊല ചെയ്ത് കൊലപ്പെടുത്തിയില്ലേ? ഓ മഹാഭാബി, ഓ മഹാഭാബി, എങ്ങനെ തോന്നിയടാ നിനക്കിത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര യാഥാർത്ഥ്യത്തോടെ വരച്ചു കാട്ടി തന്നു. ലാ തഖൂമു സ്സാഅ ഹത്താ യഖ്തുല റജുലു അഖ, സ്വന്തം സഹോദരനാൽ, സ്വന്തം കുടുംബത്തിൽ പിറന്ന മകനാൽ, സ്വന്തം സഹോദരനാൽ അരുംകൊല ചെയ്യപ്പെടുന്നൊരു കാലം ഇവിടെ വരാനിരിക്കുന്നു. അങ്ങനെ കണ്ടാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. കൊന്നവനും അറിയില്ല, കൊല ചെയ്യപ്പെട്ടവനും അറിയില്ല. ലാ യദ്രി ഫീമ ഖതല, ഞാൻ എന്തിനിത് ചെയ്യുന്നു? കൊല ചെയ്യപ്പെട്ട വന്യവയോധികയായ ആ ഉമ്മയ്ക്കും പെറ്റുമ്മയ്ക്കും ആ കൊച്ചാപ്പയ്ക്കും ആ സഹോദരനും അവർക്കറിയില്ല ഞങ്ങൾ എന്തിനു കൊല ചെയ്യപ്പെട്ടു എന്ന്. പടച്ച റബ്ബേ, ആ നിരപരാധികൾക്ക് നീ ധീരരക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്.